സ്വന്തം സ്കൂളിൽ തന്നെ തന്റെ ചിത്ര പ്രദർശനത്തിന് സൗകര്യമൊരുക്കിയതിലുള്ള സന്തോഷത്തിലാണ് ബേക്കൽ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിയായ ദേവനന്ദ. ഇക്കഴിഞ്ഞ സംസ്ഥാനതല ചിത്രരചനാ മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥി കൂടിയാണ് ദേവനന്ദ. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ഈ വർഷം സംസ്ഥാനതലത്തിൽ ഓയിൽ പെയിന്റിംഗിനും ഫാബ്രിക് പെയിന്റിംഗിനും എ ഗ്രേഡ് ലഭിച്ച ദേവനന്ദ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനമാണ് വ്യാഴാഴ്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നത്. ഇതേ സ്കൂളിലെ അധ്യാപകൻ കെ.ടി. ബാബുവിന്റെയും തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപികയും എഴുത്തുകാരിയുമായ സുനിമോൾ ബളാലിന്റെയും മകളാണ് 10ാം തരം വിദ്യാർത്ഥിയായ ദേവനന്ദ. പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളർ, ഓയിൽ കളർ, ഫാബ്രിക് പെയിന്റിംഗ് എന്നിവയിലെ 100-ലധികം ചിത്രങ്ങളാണ് പ്രദർശനത്തിനൊരുക്കിയത്. കഴിഞ്ഞ വർഷം വാട്ടർ കളറിനും ഫാബ്രിക് പെയിന്റിംഗിനും സംസ്ഥാനതലത്തിൽ പങ്കെടുത്ത ദേവനന്ദയുടെ ചിത്രങ്ങളുടെ പ്രദർശനമൊരുക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ആദ്യമായി ചിത്ര പ്രദർശനം ഒരുക്കിയതിൽ സന്തോഷമുണ്ടെന്നും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ടെന്നും ദേവനന്ദ പറഞ്ഞു. ആദ്യമായിട്ടാണ് എൻ്റെ ചിത്ര പ്രദർശനം ഇപ്പോൾ സ്കൂളിൽ നടക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അനുമോദനം തന്നതിന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സിനും അതുപോലെ തന്നെ ചിത്രം വരക്കുന്ന പഠിപ്പിക്കുന്ന വിനോദ് അമ്പലത്തറ സാറിനും അതുപോലെ തന്നെ അച്ഛനും അമ്മക്കും സ്കൂളിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. 2ാമത്തെ വയസ്സ് മുതലാണ് ദേവനന്ദ ചിത്രം വര തുടങ്ങിയത്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആലപ്പുഴയിൽ വയലാർ രാമവർമ്മയുടെ സ്മാരകത്തിലെ അദ്ദേഹത്തിന്റെ ഛായാചിത്രം വരയ്ക്കുകയും ചെയ്തു. ചിത്രം കണ്ട വയലാർ രാമവർമ്മയുടെ പത്നിയും കുടുംബാംഗങ്ങളും ദേവനന്ദയെ അനുമോദിച്ച അനുഭവങ്ങൾ ദേവനന്ദയുടെ പിതാവ് കെ.ടി. ബാബു പങ്കുവച്ചു. ദേവനന്ദ 2ാമത്തെ വയസ്സ് മുതലാണ് ചിത്രം വരക്കാൻ തുടങ്ങിയത്. അവളുടെ വര നമ്മൾ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ആലപ്പുഴയിൽ വയലാർ രാമവർമ്മയുടെ പറമ്പിൽ ചലച്ചിത്രഗാന രചനാ ശില്പശാല സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ഭാര്യ പങ്കെടുക്കാൻ പോയ സമയത്ത് ഞങ്ങളും കൂടെ പോയി. അപ്പോൾ അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മോൾ എന്നോട് പറഞ്ഞു എനിക്ക് ചിത്രം വരക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവരുടെ കയ്യിലുണ്ടായ ഒരു ലെറ്റർ പാഡ് വാങ്ങിയിട്ട് ഞാൻ കൊടുക്കുകയും അവിടെ വയലാർ രാമവർമ്മയുടെ സ്മാരകത്തിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം നോക്കി വരക്കുകയും ചെയ്തു. അപ്പോൾ ആ വര പൂർത്തിയായതിനു ശേഷം ഞാൻ അവരെ കാണിച്ചപ്പോൾ വയലാർ രാമവർമ്മയുടെ മകൻ ശരത്ചന്ദ്ര വർമ്മയും അദ്ദേഹത്തിൻ്റെ മകൾ യമുനയും ഒക്കെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയും അതുപോലെ വയലാർ രാമവർമ്മയുടെ പത്നി കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് അനുമോദനം കിട്ടിയിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ട് ഉള്ള എല്ലാ മത്സരങ്ങളും ഇവിടെ പങ്കെടുപ്പിക്കുമായിരുന്നു. ഒരു യാദൃച്ഛികമായ സംഭവം എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഇരുന്ന അയാൾ അറിയാതെ വരച്ചിട്ട് അയാൾ ഇറങ്ങി പോകുമ്പോൾ ഞങ്ങളെ ചിത്രം കാണിച്ചു. ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഉദുമ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുധാകരൻ ചിത്ര പ്രദർശനത്തിന്റെയും ചിത്രരചനാ ക്യാമ്പിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. ചിത്രകാരന്റെ സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ട്. ചിത്രകാരന്റെ മനസ്സ് ഒരാളെ വ്യക്തതയോടുകൂടിയിട്ടാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് കണ്ട ഒരു മനുഷ്യന്റെ രൂപം വരക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവം വരക്കണമെങ്കിൽ ആ ഭാവം ചിത്രകാരന്റെ മനസ്സിൽ ഉണ്ടാവണം. അദ്ദേഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കാഴ്ചയിലൂടെ തന്നെ തിരിച്ചറിയുന്നവരാണ് ചിത്രകാരൻ. അപ്പോൾ ചിത്രകാരൻ എന്ന് പറയുന്നത് സമൂഹത്തിലെ ഒരു നൈസർഗിക കല മാത്രമല്ല, മനുഷ്യനെ മനസ്സിലാക്കാനുള്ള കഴിവുള്ള കലാകാരൻ കൂടിയാണ്. PTA പ്രസിഡന്റ് വി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക താരങ്ങളായ സമ്പത്ത് കുമാർ, അഭിനന്ദ്, മുഹമ്മദ് മർവാൻ എന്നിവരെയും സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ ഫർഹാന നർഗീസ്, സുൽത്താന തസ്നീൻ, കെ ദേവനന്ദ എന്നിവരെയും ജില്ലാതലത്തിൽ കന്നഡ പ്രസംഗത്തിൽ 1ാം സ്ഥാനം നേടിയ ആരാധ്യയെയും ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ചിത്രകാരനായ പ്രസാദ് അമ്പലത്തറ കുട്ടികൾക്കായി നടത്തിയ ചിത്രരചനാ ക്യാമ്പിന് നേതൃത്വം നൽകി. എനിക്ക് ജീവിതത്തിൽ ചെയ്യാനായി ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നുള്ളത്, നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇഷ്ടമുണ്ടാവുക. ആ ഇഷ്ടം വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള കോളേജസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ഏത് ഇഷ്ടവും പഠിക്കാനായിട്ടുള്ള കോളേജ് ലോകത്തുണ്ട്, പല സ്ഥലത്തായിട്ടുണ്ട്. നമ്മളതിന് പരിശ്രമിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അവിടെ ഒരു അഡ്മിഷൻ കിട്ടും. SMC ചെയർമാൻ കെ വി ശ്രീധരൻ, മദർ PTA പ്രസിഡന്റ് സവിത വേണുഗോപാൽ, അധ്യാപകരായ ഖദീജത്ത് നിസ, കെ രാമൻകുട്ടി എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക എൽ ഷില്ലി സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് അനിത ടീച്ചർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.